ഗൈസ്, ഒറ്റ വാഷിൽ തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കി എടുത്താലോ അതുപോലെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ. ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു അടിപൊളി ഫേസ് പാക്ക് ആണ്. നല്ല രീതിയിൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗൈസ്, അപ്പോൾ വണ്ടർലയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തുടങ്ങി. ഞാൻ വണ്ടർലയിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കുളിച്ചൊക്കെ ഒന്ന് സെറ്റായത്. ചെറിയ ജലദോഷം, ഒരു മണ്ടക്കനം, അങ്ങനെ അതൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു ഫേസ് പാക്കാണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഫേസ് പാക്കാണ്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നിൽ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് കുക്ക് ചെയ്യും. ആക്ച്വലി ഇത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തൊലി ഇളകി വരുന്ന രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അതൊന്ന് മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. പൊട്ടാറ്റോ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മിക്സിയിലിട്ട് ഒക്കെ അടിക്കാം. പക്ഷേ മിക്സിയിലിട്ടൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മിക്സിയിൽ പിടിക്കാനുള്ള വക മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്സിയിലിട്ടൊന്നും അടിക്കണ്ടേ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് മാഷ് ചെയ്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന മസൂർ ദാൽ പൊടിച്ചതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡറിനെക്കാളും നല്ലത് അരിപ്പൊടി ചേർക്കുന്നതാണ്. ഇപ്പോൾ മസൂർ ദാൽ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ്. ഈ ഒരു ക്രീം കളറിൽ അല്ലെങ്കിൽ ചില കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ മഞ്ഞ കളറിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് നോർമൽ വാട്ടറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ടാനൊക്കെ ഒരുപാടുള്ളവർക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം തേൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഇത് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവില്ലെന്ന് ചോദിക്കാം. പക്ഷേ പൊട്ടാറ്റോ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടണം. പൊട്ടാറ്റോ എന്ന് പറയുന്നത്, അതായത് ഉരുളക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് കട്ടിയായിട്ടിരിക്കാൻ പാടില്ല. അത് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്താൽ മാത്രമേ ഈ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടണം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യമേ വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമുക്കെല്ലാം ഒരേ രൂപത്തിലേക്ക് കിട്ടണം. അതായത് പൊട്ടാറ്റോ കൂടുതലാവുകയോ വെള്ളം കൂടുതലാവുകയോ അല്ലെങ്കിൽ അരിപ്പൊടി കൂടുതലാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാം കറക്റ്റ് രൂപത്തിൽ തന്നെ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈകിട്ട് സമയത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ ഇപ്പം നോർമലി അങ്ങനെ വെയിലുള്ള സമയമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അക്കാര്യത്തിൽ പേടിക്കേണ്ട. ടാൻ ഒരുപാട് അടിക്കുന്ന സമയമല്ല. സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയൊരു സമയമാണിത്. കാരണം നമുക്ക് ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടി വരാറില്ല. കാരണം ഒരുപാട് വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫേസിലേക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഫെയ്ഡായിട്ട് പോകും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും.
ഉറപ്പാന്ന് വെച്ചാൽ അത്രയും ഉറപ്പുള്ള സംഭവമാണ്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 4 ദിവസം ഉപയോഗിക്കുക, വൈകിട്ട് സമയത്ത് ഉപയോഗിക്കുക. ഇത് നമുക്ക് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 1 കിലോ പൊട്ടാറ്റോ എങ്കിലും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. കയ്യിലും കാലിലും അപ്ലൈ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞാൽ, കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല തിക്കായിട്ട് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഉണങ്ങണം. എന്നിട്ട് മാത്രം ആവശ്യത കളയും. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ തൊട്ടിട്ട് വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇളവി വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളവി വരില്ല. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുമോ ഞാനിത് എന്തോ മേക്കപ്പ് ഇട്ടിട്ടാണെന്ന്. മേക്കപ്പ് ഇട്ടാലും ഇത്രയും വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ എന്തായാലും മേക്കപ്പ് ഇളകി പോവും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത് സംഭവിച്ചാലും വെള്ളം തൊട്ട് മാച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇളകി പോകും. പക്ഷെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നമുക്ക് ആ ഡിഫറൻസ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ വെള്ളം തൊട്ടിട്ടാണ് ഇത് മാച്ച് കളയുന്നത്. കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇത് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കള്ളത്തരമാണോ അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടാണോ എന്ന് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് ഒരുപാട് റിസൾട്ട് അങ്ങ് കാണിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക, ഞാനതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.